ആദ്യമായി പറയട്ടെ, ഞാൻ ഇപ്പോൾ ഹെൽസിങ്കി എൻ്റെ അപ്പാർട്ട്മെന്റിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ പ്രചരിച്ചിട്ടുള്ള ഒരു വാർത്ത അനുസരിച്ചിട്ട് ഞാൻ ഏതോ ജയിലിലായിരിക്കണം, ക്യാപിറ്റൽ പനിഷ്മെന്റും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ജയിലിൽ കഴിയുകയാണെന്നൊക്കെയാണ് വാർത്തകൾ പ്രചരിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ മരണശിക്ഷ ഏതോ കോടതി എനിക്ക് എതിരായിട്ട് വിധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ പ്രചരിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, ജയിലിലല്ല എന്ന് ആദ്യമായിട്ടൊന്ന് പറഞ്ഞോട്ടെ. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് 15 ലക്ഷം രൂപയോ മറ്റോ സാറ് തട്ടിയെടുത്തെന്നും ഒക്കെ പറഞ്ഞാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞേക്കുന്ന ഭാഗം ഒന്ന് വായിക്കാവോ? ഞാനത് കണ്ടില്ല. കേരളത്തിന്റെ മണ്ണിൽ നന്മയുടെ യുക്തിവാദ വിത്ത് പാകി മാനവിക മൂല്യമായ യുക്തിവാദത്തിന്റെ ചെടികൾ മുളപ്പിച്ചെടുത്ത ശ്രീ ജോസഫ് ഇടമറുക് എന്ന മഹത്വമാർന്ന വ്യക്തിക്ക് വേണ്ടാതെ ഉണ്ടായി പോയ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് അപമാനമായ സനൽ ഇടമറുക് എന്ന മനുഷ്യ മൃഗത്തിന് ജയിൽ കാണിച്ചു കൊടുക്കാനായി ഒരു മലയാളി പെൺകുട്ടി വേണ്ടി വന്നു എന്നൊക്കെയുള്ള വളരെ മോശമില്ലാത്ത മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനെ കുറിച്ച് വിശദീകരിക്കാം. ഞാൻ ഇത് പറഞ്ഞപ്പോൾ കേട്ടു. എനിക്ക് ആരോ അയച്ചു തന്നിരുന്നു. അയച്ചു തന്ന ആള് നമ്മുടെ ആലപ്പുഴയുള്ള സതീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത്. അപ്പൊ സതീഷ് എന്റെ കൂടെ ഒരു കഥയും കൂടെ പറഞ്ഞു. ഈ പറയുന്ന ആള് വളരെ ഇടമറുകിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആ ഭാഗം ഒന്ന് വായിച്ചേ. ഒന്ന് അത് പറഞ്ഞിട്ട് പറഞ്ഞാൽ രസമാവുള്ളൂ. കേരളത്തിന്റെ മണ്ണിൽ നന്മയുടെ ഉഴുതുമറിപ്പ് നടത്തി യുക്തിവാദ വിത്ത് വാങ്ങി മാനവിക മൂല്യമായ യുക്തിവാദത്തിന്റെ ചെടികൾ മുളപ്പിച്ചെടുത്ത ശ്രീ ജോസഫ് ഇടമറുക്. അത് മതി. അത് പറയാൻ കാരണം സതീഷ് എന്നോട് ഒരു കഥയും കൂടി പറഞ്ഞിട്ടായി കഥ പറയുന്നത്. ഞാൻ ഇന്നലെ അത് കണ്ടത്. കഥ ഇങ്ങനെയാണ്. സതീഷ് ഒരു ബുക്ക് സ്റ്റോൾ നടത്തുന്ന ആളാണ്. വളരെ നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് മൃഗങ്ങളെയൊക്കെ ഏറ്റെടുത്ത് വളർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് സതീഷ്. ആലപ്പുഴയിൽ സതീഷ് ഈ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ശാസ്ത്ര പ്രചാര പുസ്തകങ്ങൾ, യുക്തിവാദ പുസ്തകങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി ഒരു സ്റ്റാള് ഒക്കെ വെച്ചിട്ട് വിൽക്കാൻ ശ്രമിക്കുന്നത്. കാശിനാവശ്യത്തിനല്ല, അദ്ദേഹം ഒരു പ്രചരണപരമായിട്ടൊരു കാര്യത്തിനായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. സതീഷ് കുറച്ചു കാലം മുമ്പ് പാലക്കാട്ടോ മറ്റൊരു സമ്മേളനത്തിൽ കുറെ പുസ്തകങ്ങൾ, അതിനകത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുസ്തകങ്ങളുണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് പബ്ലിഷേഴ്സിന്റെ പുസ്തകമുണ്ട്, ഇടമറുകിന്റെ പുസ്തകങ്ങളുണ്ട്, അങ്ങനെ കുറെ സെറ്റ് ഓഫ് ബുക്കുകളുണ്ട്. അത് വെച്ചപ്പോൾ, അതിപ്പോഴൊന്നും അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊക്കെ ഫിൻലൻഡിലേക്കൊക്കെ പോരുന്നതിന് മുമ്പുള്ള ഒരു സമയത്താണ്. അപ്പൊ ഈ കഥാപാത്രം, ഇദ്ദേഹം ആ മീറ്റിങ്ങിന്റെ ഒരു സംഘാടകനായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഈ പുസ്തകം ഒന്നും ഇവിടെ വെക്കാൻ പാടില്ല, ഇടമറുകിനെ പോലത്തെ ഒരാളുടെ പുസ്തകം ഒന്നും ഇവിടെ വെക്കാൻ പാടില്ല, അതെടുത്തോണ്ട് നിങ്ങൾ പൊക്കോണം എന്ന് പറഞ്ഞു. ഇടമറുകിന്റെ പുസ്തകം ഇവിടെ വെക്കാനേ പാടില്ല, അദ്ദേഹം ഈ വല്ലാത്ത ഒരു സാമൂഹ്യ ദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. അത് മാറ്റിയിട്ട് നിങ്ങൾ മറ്റ് പുസ്തകങ്ങൾ മാത്രം ഇവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. സതീഷ് എന്ത് ചെയ്തു? അങ്ങനെ ഇടമറുകിന്റെ പുസ്തകം വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ പുസ്തകം വെക്കുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി മൊത്തം ഇത് പാക്ക് ചെയ്ത് തിരിച്ചിങ്ങ് പോകുന്നു പാർട്ടി. ഞാൻ ഈ കഥ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അത് സതീഷ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അത്രമാത്രം വെറുപ്പിങ്ങനെ കലിച്ച് നിൽക്കുന്ന ഇടമറുകൻ എന്ന് പറയുന്ന പേരിനോട് കലിച്ച് നിൽക്കുന്ന ഇടമറുകന്റെ ഒരു പുസ്തകം ഒരു വിൽപ്പനയ്ക്ക് ഒരു ടേബിളിൽ വെച്ചാൽ പോലും അപ്പോൾ തന്നെ കലി കൊണ്ട് ജ്വരം ബാധിക്കുന്ന ഒരു സുഹൃത്താണ് ഇപ്പോൾ ഇടമറുകനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. എന്തിനാണ്? അദ്ദേഹത്തിന്റെ പുത്രൻ ഒരു സർവനാശകാരിയാണ്, മുടിയനായ പുത്രനാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഇടമറുകനെ ഇപ്പൊ പുകഴ്ത്തുന്നത്. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഇങ്ങനെ കടന്നു വന്നതിൽ ആദ്യമായിട്ട് സന്തോഷം അറിയിക്കട്ടെ. ഇനി രണ്ടാമത്തെ സംഗതി, ഞാൻ ഇടമറുക ആഗ്രഹിക്കാതെ ജനിച്ച പുത്രനാണ്, മുടിയനായ പുത്രനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്നെ അറിയില്ല, ഞങ്ങൾ പരിചയമില്ല, എന്നെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്തൊരു കക്ഷിയാണ് ഇദ്ദേഹം, എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് മുഴുവൻ ഇങ്ങനെ ഭയങ്കരമായ വിദ്വേഷത്തിന്റെയും കലിപ്പിന്റെയും ഒക്കെ ഭാഷയാണ് അതിനകത്തുള്ളത്. അതിനകത്ത് പറയുന്ന വേറൊരു ഭാഗമാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഫിൻലൻഡിൽ ഒരു ജയിലിൽ കഴിയുകയാണ്, എനിക്കൊരു നീല കുപ്പായം, അതിൽ നമ്പറൊക്കെ ഇട്ടൊരു നീല കുപ്പായവുമായിട്ട് ഞാൻ ജയിലിൽ കഴിയുകയാണ്, അങ്ങനെ എന്നെ ജയിലിലേക്ക് അയച്ച ഇന്ന ആൾക്ക് ഒരു നറേഷൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ജയിലിലല്ല, ആദ്യമായിട്ട് അദ്ദേഹത്തോട് പറയട്ടെ, ഞാൻ ജയിലിലല്ല, ഞാൻ ഫിൻലൻഡിലുള്ള ഹെൽസിങ്കിയിലുള്ള എൻ്റെ അപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ വിദ്വേഷത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളാണ്. പിന്നെ അതിനകത്ത് പറയുന്ന കഥ, അതിലേക്ക് ഞാൻ വരാം. എനിക്കിതിനകത്തൊന്നും മറച്ചു വെക്കാൻ ഒരു കാര്യമില്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് എനിക്കെതിരായിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. അതേക്കുറിച്ച് എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാതെ അത് ശരിയാണെന്ന് കരുതി അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ചില കാലത്ത് ഞാൻ ക്ലബ് ഹൗസിലൊക്കെ ആദ്യം വരുന്ന സമയത്ത് പെന്തക്കോസ്ത് ഗ്രൂപ്പുകാരൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ സ്വന്തം മുഖം മാറ്റി വെച്ചിട്ട് വേറൊരു പത്രവാർത്ത കൊണ്ടുവരും.
അതിനകത്ത് തന്നെ ഇന്റർപോൾ നോട്ടീസ് അഗെയിൻസ്റ്റ് സനൽ ഇടമറുകു എന്ന് പറഞ്ഞൊരു വാർത്ത. അത് എല്ലാവരുടെ മുഖം അതായിരിക്കും. അപ്പോൾ അവരെല്ലാം ബന്ധക്കോസുകാരാണ്. അപ്പൊ അങ്ങനെ ഒരു കഥയാണ് കുറച്ചു കാലം മുമ്പ് വന്നത്. അത് ഇപ്പോഴാണ് വന്നത്, 2021 വന്നത്. ഇതിപ്പോൾ 2025. ഇന്റർപോളിന് 2021 മുതൽ എന്നെ തപ്പി നടന്നിട്ടും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു വാർത്ത ഓർക്കുന്നുണ്ടാവില്ലേ? അന്ന് പഴയ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നു, ഇന്റർപോൾ തിരയുന്നു ലോക യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ സനൽ ഡമറിനെ. അപ്പൊ ഞാൻ പോലും ഇത് കണ്ടപ്പോൾ ഇത് നേരാണെന്ന് ആദ്യം കരുതിപ്പോയി, സത്യം പറഞ്ഞാൽ. കാരണം നമുക്കെതിരായിട്ടുള്ള ശത്രുക്കൾ ആരാണ്, നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ ആരാന്ന് നമുക്കറിയാം. അതേ അശോക് കുമാറോ ഈ പറയുന്ന എനിക്കെതിരായിട്ട് പരാതി കൊടുത്ത സ്ത്രീയോ ഒന്നുമല്ല, മറ്റു ചിലരാണ് ഇതിന്റെ പിന്നിലുള്ളവര്. ആ മറ്റു ചിലരുടെ എന്ന് പറഞ്ഞാൽ ആരാണ്, എത്ര വലിയൊരു സഭയാണത്, അതിന്റെ ശക്തി എന്താണ്, അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം നമ്മുടെ പല ആൾക്കാർക്കും അത് അറിയില്ല, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ സെന്റർ ഓഫ് ആക്ടിവിറ്റി ന്യൂഡൽഹി അല്ല, ഞാൻ ഫിൻലൻഡ് ആണ് എന്ന് തീരുമാനിക്കാൻ തന്നെ കാരണം അതുമായി ബന്ധപ്പെട്ട എൻ്റെ സുരക്ഷാ ഭീഷണികളൊക്കെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ദാറ്റ് വാസ് ബാക്ക് ഇൻ 2012. അപ്പൊ അതറിയാവുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവരല്ല ഇത് പറയുന്നത്, ഇവരെ കൊണ്ട് മറ്റു ചിലർ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വസ്തുതകളൊന്നും തന്നെ നേരല്ല. ഉദാഹരണത്തിന് 2021 എനിക്കെതിരെ ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫിനിഷ് പോലീസുമായിട്ടാണ് ബന്ധപ്പെട്ടത്. കാരണം എന്തിനാ ഇന്റർപോൾ റെഡ് നോട്ടീസ് അയക്കുന്നത്? ഒരാള് ഒരു പിടികുട്ടാ പുള്ളിയാണ്, വലിയ നിരവധി ജനോസൈഡ് നടത്തിയിട്ടുള്ള ആളാണ് എന്ന് ഒരു ആക്ഷേപം ഉണ്ടായിരിക്കട്ടെ. പോൾപോട്ടിനെതിരായിട്ട് പോലും റെക്കോർഡ് നോട്ടീസ് ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കെതിരായിട്ട് പക്ഷെ റെക്കോർഡ് നോട്ടീസ് ഉണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ വലിയ ജനോസൈഡ് നടത്തുന്നു, അല്ലെങ്കിൽ വലിയ അധോലോക മാഫിയ നയിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് റെഡ് കോർണർ നോട്ടീസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അത് അറസ്റ്റിന് വേണ്ടിയിട്ടല്ല, അവരെവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അവരവരുടെ ചിത്രമൊക്കെ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ ലോകത്ത് എവിടെയെങ്കിലും ഇവർ ആരെങ്കിലും കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ യു ഷുഡ് ഇൻഫോം ഇന്റർപോൾ. ഇതാണ് സംഭവം. അങ്ങനെ ഒരു ഇന്റർപോൾ നോട്ടീസ് എനിക്കെതിരായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഞാൻ ഒരാളിൽ നിന്ന് 15 ലക്ഷം രൂപ വാങ്ങിച്ചു. 15 ലക്ഷം രൂപ എന്ന് ഓർക്കണേ, 15 ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുന്നു. അത് 4-5 കൊല്ലം കൊണ്ട് എനിക്ക് തന്ന കാശാണ്. അത് ആർക്കാണ്ട് ജോലി കൊടുക്കുക, വിസ തട്ടിപ്പ് നടത്തിയിട്ടാണെന്ന് പറഞ്ഞൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ ജെന്യൂനിറ്റിയിലേക്ക് ഞാൻ വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായി. അവരൊരു കേസ് കൊടുത്തു. ആ കേസ് നിലവിലുണ്ട്. അപ്പോൾ ആ കേസിന് നമ്മുടെ വക്കീൽ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനെതിരായിട്ട് ക്വാഷിംഗ് പെറ്റീഷൻ കേരള ഹൈക്കോടതി നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് അറിയാമല്ലോ കൃത്യമായിട്ടും. അത് ഇവിടുത്തെ എംബസിയിൽ നിന്ന് ഒപ്പിട്ടിട്ടാണ് ക്വാഷിംഗ് പെറ്റീഷന്റെ വക്കീലിനെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇന്റർപോൾ നോട്ടീസ് വരിക? പക്ഷെ അങ്ങനെ ഒരു നോട്ടീസ് വന്നു, പത്രത്തിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നു. ഒരാളും ഇത് ജെന്യൂൻ ആണോ എന്ന് പരിശോധിക്കാൻ പോയില്ല. വാർത്ത കൊടുത്തു, സെൻസേഷണൽ അല്ലേ അവർ കൊടുത്തു. ഞാൻ പോലും നേരാന്ന് വിചാരിച്ചു പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വേറെ ബോട്ട്സ് ഉടനെ അറിയിക്കണം അല്ലേ, അതല്ലെങ്കിൽ അപകടമല്ലേ. ഞാൻ അപ്പം തന്നെ ഇവിടെയുള്ള പോലീസിനോട് ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് എൻ്റെ ഇന്റർപോളിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? പാരീസിലാണ്. ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നോട്ടീസ് ഉണ്ടെങ്കിൽ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, യു ക്യാൻ ജസ്റ്റ് സെർച്ച്, പേരൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങളുടെ റെക്കോർഡ് നോട്ടീസുള്ള മുഴുവൻ ആൾക്കാരുടെയും പേരും പടവും അവരുടെ പാസ്പോർട്ട് നമ്പറും എല്ലാം ഉണ്ട്. നിങ്ങളുടെ പേരടിച്ച് നോക്കുക, അവിടെ ഉണ്ടോ? നിങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളില്ല. അപ്പൊ ഞാൻ പേരടിച്ച് നോക്കി, അവിടെ 10-20,000 പേരുടെ പേരുകളുണ്ട്. ആൽഫബറ്റിക്കലിയാണ് കൊടുത്തിരിക്കുന്നത്, രാജ്യം തിരിച്ചൊക്കെ കൊടുത്തിരിക്കുന്നത്. തിരിച്ചും മറിച്ചും വിലങ്ങും തലങ്ങും ഒക്കെ നോക്കിയിട്ട് എൻ്റെ പേര് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവർക്ക് കത്തെഴുതി ചോദിച്ചു, നിങ്ങളൊന്ന് നോക്കിയിട്ട്. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ജോലിയല്ല, ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി ഇപ്പം ഞങ്ങൾ എത്തിക്കഴിഞ്ഞേനെ എന്ന് പറഞ്ഞു. പിന്നെ അവർ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇല്ലാന്ന് അറിയുന്നത് ഒരു 4-5 മാസം കൊണ്ടാണ്. എനിക്ക് തന്നെ വ്യക്തമായിരുന്നില്ല. എന്നാൽ ഈ കേസ് അടുത്ത ദിവസങ്ങളിൽ ഫിനിഷ് കോടതിയിലുണ്ടായിരുന്നു. ഈ കേസിന്റെ വിചാരണ വേളയിൽ 2 കൂട്ടരെയും മറുവശത്തെ വക്കീലന്മാർക്ക് ചോദ്യം ചോദിക്കാനും സാക്ഷികളെ വിസ്തരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. അപ്പൊ അതിന്റെ വിചാരണ വേളയിൽ ഇത് എനിക്കെതിരായിട്ട് പരാതി ഉന്നയിച്ചയാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഇന്റർപോൾ നോട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമാണ്, റെക്കോർഡിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് ഇദ്ദേഹത്തെ തിരിച്ച് ഇന്ത്യയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയ പരിപാടിയായിരുന്നു. എന്നെ ഇന്ത്യയിൽ കൊണ്ടുവരിക. ഇപ്പൊ 15 ലക്ഷം രൂപയല്ല, ആ 15 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കലല്ല, അങ്ങനെ ഒരു കുറ്റകൃത്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കലേ, എന്നെ ഇന്ത്യയിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവര് ഒരു മന്ത്രിയെ പോയി കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. ആരാണ് മന്ത്രി? അവർ പറഞ്ഞത് മലയാളിയായ നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി അവർ പോയി കണ്ടു എന്ന് ഫിനിഷ് കോടതിയിൽ അവർ പറഞ്ഞിരിക്കുകയാണ്. ആരാന്ന് എല്ലാവർക്കും പേര് പറയാതെ അറിയാമല്ലോ. എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുമില്ല അതുവരെ അങ്ങനെ ഒരു കഥ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്രേ, എന്നെ എങ്ങനെയെങ്കിലും എക്സ്ട്രഡീറ്റ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ നമുക്ക് കൈകാര്യം ചെയ്യാം, അവിടെ ആയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു അത്രേ. ഇവർ കോടതി പറഞ്ഞതാണ്.
അങ്ങനെയാണ് ഇത്. നമ്മൾ എന്നിട്ട് ആലപ്പുഴയിലെ ഒരു ഓഫീസറോട് പറഞ്ഞു, ആ പുള്ളിയാണ് ഇന്റർപോൾ നോട്ടീസ് ഉണ്ടാക്കിയെന്നാണ് കേട്ടത് എന്നൊക്കെ പറയും. അതൊന്നും സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സംഭവമല്ല. ഇന്റർപോൾ നോട്ടീസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു രാജ്യത്ത് ഒരു പിടികിട്ടാപ്പുള്ളി ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ ഹോം ഡിപ്പാർട്ട്മെന്റ് CBIയോട് പറയും, ഇയാൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും. രാജ്യത്തിനുള്ളിൽ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറയും. അത് കിട്ടുന്നില്ലെങ്കിൽ അവർ അന്വേഷിച്ച് 3 മാസം റിപ്പോർട്ട് കൊടുക്കും, ആളെ കിട്ടുന്നില്ല എവിടെയാണ്. അപ്പോൾ ഹോം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പിടികിട്ടാപ്പുള്ളിയാണ്, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ രാജ്യത്തിന് ഭയങ്കര ആവശ്യമാണ്, അപായമാണ്, അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞങ്ങളെ അറിയിക്കൂ എന്ന് ഇന്റർപോളിനോട് പറയും. ഇന്റർപോൾ എന്നിട്ട് അത് പരിശോധിച്ചിട്ട് പറയും, ഇയാളെ അന്വേഷിക്കേണ്ടതുണ്ടോ, ഒരു കുറ്റകൃത്യം ഉണ്ടോ, അത് ഇതിന് നിരക്കുന്ന ഒരു കുറ്റകൃത്യമാണോ എന്നൊക്കെ നോക്കിയിട്ട് ഇന്റർപോൾ ഒരു സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കും. ഇവിടെ അറസ്റ്റ് ചെയ്യാൻ മേല, പക്ഷേ ആൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത്രയും വലിയ പാടുവല്ലുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇതിനകത്തൊക്കെ വരുന്ന ആളാണ്. ഇന്ത്യൻ എംബസി തന്നെ അക്കാലത്ത് ഞാൻ സ്ഥിരമായിട്ട്, അന്നത്തെ അംബാസിഡർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മിക്കവാറും എല്ലാ ശനി ഞായറും പുള്ളിയുടെ വീട്ടിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. മസാല ദോശ ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കും, ഞാൻ പോയി കഴിക്കും. ഇതൊക്കെ പറയുന്ന അത്രയും വലിയൊരു ബന്ധം ഉണ്ടായിരുന്ന ഒരു അംബാസിഡറാണെന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കഥ, അത് ഞാൻ എത്ര പറഞ്ഞാലും ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റാത്ത മട്ടിൽ ഒട്ടേറെ ആൾക്കാർ അത് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രചരിപ്പിക്കുന്ന ആരെ ഞാൻ നോക്കുമ്പോഴൊക്കെ നമ്മുടെ ശത്രുക്കളാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. എന്നോട് താല്പര്യമുള്ള ആൾക്കാർ നിസ്സഹായരായി പോവുകയാണ്. അവർക്ക് അറിയാൻ വലിയ ഇതെന്താണ് ഈ മനുഷ്യനെ ഇന്റർപോൾ വല്ലതും കൊണ്ടുപോകുമോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു, നമുക്കറിയാം. പക്ഷെ ആ ഫേക്ക് ന്യൂസ് എത്ര കൊല്ലം ഓടി ഇല്ലേ, ഇതുവരെ ഇന്റർപോൾ വന്നിട്ടുമില്ല, ഇന്റർപോൾ നോട്ടീസും ഇല്ല, ഒന്നുമില്ല. അപ്പം അത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. ഈ കേസ് എങ്ങനെയാണ് ഫിൻലൻഡ് വന്നതെന്ന് കൂടെ പറയാം. ആ കേസിന്റെ ഘടനയെക്കുറിച്ചൊന്നും പറയാം. എൻ്റെ ഒരു വ്യക്തിപരമായ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനും കൂടിയാണ്. ആ മുഖം എല്ലാവർക്കും അറിയില്ല എന്നേ ഉള്ളൂ. ഞാൻ പല ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും പബ്ലിഷിംഗ് മേഖലയിലാണ് എൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത്. ഈ പറയുന്ന തുകയുടെ എത്രയോ ഇരട്ടി തുക പല മാസങ്ങളിൽ എൻ്റെ ഒരു മന്ത്ലി ട്രാൻസാക്ഷൻ തന്നെ ഉണ്ട് എന്നുള്ളത് ഇവർക്കറിയില്ല. എൻ്റെ ഒരു കൊല്ലത്തെ ആനുവൽ ട്രാൻസാക്ഷൻ്റെ ചെറിയൊരു ശതമാനമാണ് ഈ പറയുന്ന 15 ലക്ഷം രൂപ പറയുന്നത്. അത് ഒരാളുടെ അടുത്ത് നിന്ന് 3-4 കൊല്ലം കൊണ്ട് 50,000, 20,000, 30,000 ഒക്കെ ആയിട്ട് വാങ്ങിച്ചെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ജോലി തരാൻ തരൂ കാശ് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ, എന്നെ അറിയാവുന്ന ആൾക്കാർക്ക്, അല്ലെ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇടയ്ക്കെങ്കിലും നോക്കാൻ അവസരം കിട്ടുന്ന ഒരാൾക്ക് അത് തമാശയായിട്ട് തോന്നുള്ളൂ. പക്ഷെ അങ്ങനെയാണ് ആരോപണം വന്നത്. 15 ലക്ഷം രൂപ, ആദ്യം 10 ലക്ഷം രൂപ എന്നായിരുന്നു, പിന്നെ 21 അവസാനം 15 നിൽക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് അതൊന്ന് പറഞ്ഞാൽ ഈ കഥ പൂർത്തിയാവുള്ളൂ. ഞാനത് ആദ്യം ആമുഖമായിട്ട് അങ്ങ് പറയാം, എന്നാലും ഇത് എല്ലാവർക്കും വ്യക്തമാവുള്ളൂ. അതിനു മുമ്പായിട്ട് കാരശ്ശേരി മാഷ് എനിക്ക് അയച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജാണ് ഞാൻ പ്ലേ ചെയ്യാം. എനിക്ക് നിങ്ങളെ നല്ലപോലെ അറിയാം. ഞാൻ നിങ്ങളുടെ ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം അറിയുന്നത് നിങ്ങളുടെ അപ്പനെയാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളം ലേഖനങ്ങളും ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾ കണ്ട് പരിചയപ്പെട്ടു, അത് ഡൽഹിയിൽ വെച്ചാണ്. ഡൽഹിയിൽ ആ രംഗം ഞാൻ ഓർക്കുന്നുണ്ട്. AICC സെക്രട്ടറി ആയിരുന്ന വാസുദേവ പണിക്കർ മരിച്ചു. പണിക്കർ എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെയുള്ള ഒന്നര സുഹൃത്തുക്കൾക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കാറിലുണ്ട്, ഞാൻ ആ കൂടെ പോയി. അപ്പോൾ അവിടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് സാക്ഷാൽ ഇടമറുക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ ധാരാളം കണ്ട് പരിചയപ്പെട്ടു. അങ്ങനെ അവിടുത്തെ ഒരു 4-5 വാചകം സംസാരിച്ചു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഖുർആൻ ഒരു വിമർശന പഠനം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകവും വായിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ലേഖനങ്ങൾ, അതുപോലെ ചില യൂട്യൂബിൽ ചില പ്രോഗ്രാംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല അഭിപ്രായം തോന്നിയ കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരിക്കലും എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു, നിങ്ങൾക്ക് അനുകൂലമായിട്ട്. നിങ്ങൾ നാട്ടിൽ നിന്ന് പോവാൻ കാരണം ക്രിസ്ത്യൻ ക്ലർജിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി. അപ്പം ഞാനത് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു യുക്തിവാദി എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഷപ്പോൾ ഒരാളൊന്നും ഇത് ഷെയർ ചെയ്യരുത്, കാരണം അയാൾ പോയത് ഈ ഇത്തരം നയപരമായ കാര്യം കൊണ്ടൊന്നും അല്ല. എന്ന് വെച്ചാൽ ഏതോ ഒരു സ്ത്രീയോട് ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് എത്രയോ ലക്ഷം ഉറുപ്പ്യ പറ്റിച്ച കേസാണത്. അല്ലാതെ അതിൽ യുക്തിവാദമായിട്ടും ക്രിസ്ത്യൻ പൗരോഹിത്യമായിട്ടൊന്നും അതിന് ബന്ധമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ യുക്തിവാദിയല്ല, ഇതൊക്കെ അതിനെതിരായിട്ടുള്ള പ്രചാരവേലകളായിരിക്കുമോ? അല്ലല്ല മാഷ, അതെനിക്ക് നേരിട്ട് അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ
ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തോന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ എനിക്കിത് വലിയ കൺഫ്യൂഷനായി. ഇത് നിങ്ങളെ പറ്റി പറയുന്നത് ഏതാ ശരി. അപ്പം ഞാൻ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് വേറെ ഒരു യുക്തിവാദി സുഹൃത്തിനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, യുക്തിവാദികൾക്കിടയിലുള്ള ചില ഗ്രൂപ്പ് വഴക്കിൻ്റെ കാരണമായിട്ടാണ് അങ്ങനെ സനൽ ഇടവർഗിനെതിരായിട്ടൊരു പ്രചാരവേല വരുന്നത്. അവരുടെ പല കേസൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ. എനിക്കത് വ്യക്തമായില്ല എന്തായി സംഗതി. പിന്നെ ഞാനത് വിടുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒരു യുക്തിവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് തമാശ വന്നാൽ മതി, ഞാനൊരു അഗ്നോസ്റ്റിക്കാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോൾ പരിചയപ്പെടാൻ പറ്റിയ വളരെ സന്തോഷം. ഓക്കെ താങ്ക് യു. അപ്പോൾ ഞാൻ പുള്ളിയോട് വിശദീകരിച്ചു, ഒരു ചെറിയ സംഗതി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ ആർക്കെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പരിശോധിക്കാതെ വിശ്വസിക്കുന്ന നമ്മളൊരു സ്വഭാവം പൊതുവായി മനുഷ്യർക്കുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ വിശ്വസിച്ചു പോയി. ചിലപ്പോൾ 2012 മാർച്ച് മാസത്തിലാണ് മുംബൈയിലെ ഈ പറയുന്ന ഈ ക്രിസ്തുവിന്റെ ക്രൂശിത രൂപം തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേ വർഷത്തിന്റെ ആരംഭത്തിലാണ് ഈ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഞാൻ ഒരു ടെലിവിഷൻ ചാനലിലൂടെ ഇവിടെയുള്ള ബിഷപ്പുമാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് പറയുന്നത്. അതേതാണ്, ടൂറിനിലെ ശവക്കച്ചയെക്കുറിച്ച് ഒരു ചർച്ച നടക്കുമ്പോൾ ഞാൻ ഒരു ഡമ്മി, ക്രിസ്തു മനുഷ്യരൂപത്തിന്റെ ഒരു ഡമ്മി വെച്ചിട്ട് ഇങ്ങനെ ഒരു തുണി കൊണ്ട് പൊതിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇമേജ് വരുമോ എന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത ബിഷപ്പ് കോൺഫറൻസ് നേതാക്കന്മാരൊക്കെ പിണങ്ങി ആ സ്റ്റേജിൽ ആ ടെലിവിഷൻ ചാനലിൽ ഇറങ്ങിപ്പോയി. ഇന്ത്യ ടിവിക്കകത്തായിരുന്നു അത്. അതിനു മുമ്പ് മദർ തെരേസയുടെ അവരുടെ ബിയാറ്റിഫിക്കേഷൻ നടക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കണം അവരുടെ പേരിൽ. അതൊരു മോണിക്ക ബെസ്ര എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് അത്ഭുതം ഉണ്ടായി, ട്യൂമർ പോയി എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ അത് മെഡിക്കലി റിമൂവ് ചെയ്തതാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റി. അത് ബിയാറ്റിഫിക്കേഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ ലോക മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഇങ്ങനെ അവർക്ക് എന്നോട് പിണക്കം തോന്നാൻ ഒരുപാട് കാര്യമുണ്ട്. എന്തിന് PM ആന്റണിയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുകയും 6-ാം തിരുമുഖം പ്രസിദ്ധീകരിക്കുകയും തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മുംബൈയിലെ കേസ് വന്നു കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അപ്പൊ ഇതൊരു ഉപാധിയായിട്ട് കരുതിക്കൊണ്ട് അവർ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, സ്റ്റുഡിയോ വളയുന്നു, പിന്നീട് എനിക്കെതിരായിട്ട് 10-27 കേസ് ഫയലും. ഇതൊക്കെ നടക്കുന്നത് 2012 മാർച്ച് മാസത്തിലാണ്, മാർച്ച് 10-ാം തീയതി. അപ്പോഴും ഞാൻ ഇന്ത്യ വിട്ടൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ ഈ കേസ് വരട്ടെ, കേസ് നമുക്കൊരു വലിയ സെറ്റ് ഓഫ് ലോയേഴ്സ് ഉണ്ടെന്ന്, ജസ്റ്റിസ് ജാംദാറൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ടീം ഓഫ് ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇവരുടെ ചില ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് ഒക്കെ കൂടി ചേർന്നു. അപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് എല്ലാം കൂടി ഒരു സനൽ ഡംബർക്ക് ഡിഫൻസ് ഫണ്ട് ഉണ്ടാക്കുന്നു. ബ്രിട്ടനിൽ വലിയൊരു ഒപ്പ് ശേഖരണം നടക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. BBC എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അവരെന്നെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു. ഞാൻ അറസ്റ്റിന് തയ്യാറല്ല, ഒരു വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാം, ഞാൻ കോടതിയിൽ പോവുകയാണ്, ഇത് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു 3 മാസം കൂടെ പിടിച്ചു നിന്നു. അപ്പോഴേക്കും എന്നോട് പോലീസുകാർ തന്നെ, ഇന്റലിജൻസുകാർ തന്നെ പറയുകയാണ്, യു ഷുഡ് ബി കെയർഫുൾ. അവര് ഡൽഹി വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല, കാരണം മുംബൈയിലാണ് കേസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഡൽഹി കേസ് കൊടുത്താലേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കേസിനകത്തുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ അറസ്റ്റ് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ബ്ലാസ്ഫമി കേസിൽ. അപ്പോൾ ഈ കേസിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, 3 കൊല്ലത്തെ ശിക്ഷയൊക്കെ ഉള്ളൂ. പക്ഷേ നിങ്ങളെ അവർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒറ്റ രാത്രി കൊണ്ട് തീർത്തു തരും. ഭയങ്കരമായ പ്രതികാരം ഉണ്ടായി. കാരണം ആ ടെലിവിഷൻ ഡിബേറ്റിനകത്ത് ഞാൻ അവരുടെ ബിഷപ്പിനെ സ്മാഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇത്രയും വലിയ പ്രകോപനം ഉണ്ടാകുന്നത്. അതാണ് അന്നത്തെ സംഭവം യഥാർത്ഥത്തിൽ. അപ്പം ഞാൻ എന്നിട്ട് യൂറോപ്പിലേക്ക് ഒരു ലെക്ചർ ടൂറിന് പോകുന്നത് 3 മാസം കഴിഞ്ഞ് ഒരു ജൂൺ മാസത്തിലാണ്, 2012 ജൂൺ മാസത്തിലാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഉടനെ വരണ്ടെന്ന് തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു. ഞാൻ ഇവിടെ ഒരു ടീച്ചിങ് അസൈൻമെന്റ്, യുനെസ്കോയുമായി ബന്ധപ്പെട്ട ഒരു ടീച്ചിങ് അസൈൻമെന്റ് സ്വീകരിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് പിന്നീട്. അത് കഴിഞ്ഞ് 2012 ഈ സംഭവം നടക്കുന്നു. ഞാൻ ലോകം ഒട്ടാകെ യാത്ര ചെയ്ത് ഈ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇന്ത്യയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കേസ് നിലനിൽക്കാൻ പറ്റുന്നതല്ല എന്നുള്ള മട്ടിൽ നമ്മൾ ഹൈക്കോടതിയിൽ പോകുന്നു, വാദിക്കുന്നു, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു വലിയ ഫണ്ട് റേസിംഗ് നടക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും പണമല്ല അതിന് വേണ്ടത്. ഇന്ത്യയിൽ അവിടെ പ്രസ് കോൺഫറൻസുകൾ വിളിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട വക്കീലമാർക്ക് ഒരു അപ്പിയറൻസിന് 1 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്ന വക്കീലമാരൊക്കെയാണ് ഹാജരാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസിംഗ് നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ചെറിയ തുകകൾ മുതൽ വലിയ തുകകൾ വരെ അയച്ചു കൊടുക്കുന്നു. ഒരു ഫണ്ടിനകത്ത് കളക്ട് ചെയ്യുന്നുണ്ട്. അത് ആ അക്കൗണ്ട് ഞാനല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു ഡൽഹിയിലുള്ള ഒരു അക്കൗണ്ടിലാണ് വരുന്നത്. ഈ സമയത്ത് ഇത് 2012 കട്ട് ലോങ് ഡിസ്റ്റൻസ് ഷോർട്ട്, എനിക്കെതിരായിട്ട് കത്തോലിക്ക സഭ എന്നെ എക്സ്ട്രഡീറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. 2014 2 കൊല്ലം കഴിയുമ്പോൾ. അതെപ്പോഴാണ്? 2014 എൻ്റെ അമ്മ മരിക്കുന്നു. അമ്മ മരിക്കുമ്പോൾ അവർ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അമ്മയെ മരിക്കുന്നതിന് മുമ്പായിട്ട് കാണാനായിട്ട് വരാൻ അവർ സമ്മതി നൽകാം, കുഴപ്പമൊന്നും ഉണ്ടാക്കുകയില്ല, എന്നെ ആക്രമിക്കുകയില്ല, കേസുകൾ പ്രസ് ചെയ്യുകയില്ല, ഞാനൊന്ന് അപ്പോളജി പറയണം എന്ന് പറഞ്ഞു. അപ്പോളജി പറയുകയില്ല, അമ്മയെ കണ്ടില്ലേലും സാരിയില്ല എന്നൊരു സ്റ്റാൻഡ് ഞാൻ എടുക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ പിന്നെ അവർ ശ്രമിക്കുന്നത് എന്നെ എക്സ്ട്രഡിറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ്. കൊണ്ടുവരുന്ന എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം സംഭവം. അത് അവർ ചെയ്തില്ലെങ്കിലും അന്ന് വേറൊരു സംഗതി കൂടെ ഉണ്ട്. അന്ന് ദബോൽക്കർ മരിച്ചു കഴിഞ്ഞു, കാൽബുർഗി മരിച്ചു കഴിഞ്ഞു, പൻസാര മരിച്ചു കഴിഞ്ഞു. ആ ലിസ്റ്റ് സനാതൻ സംസ്ഥയുടെ 7 പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ 1ാമത്തെ പേര് എൻ്റെതാണെന്ന് പല ആൾക്കാർക്ക് അറിയില്ല. 2ാമത്തെ പേരായിരുന്നു ദബോൽക്കറുടേത്, 4ാമത്തെ പേരായിരുന്നു കാൽബുർഗിയുടെ. ഇനിയുള്ള ഒരാളാണ് ഭഗവാൻ എന്ന് പറയുന്ന
കർണാടകയിലാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ നരേന്ദ്ര നായിക്കിൻ്റെയും പേര് അതിനകത്തുണ്ടെന്ന് കേട്ടു. അപ്പൊ അതിനകത്ത് ലിസ്റ്റിൽ ഒന്നാമത്തെ ആളാണ് ഞാൻ. ഒന്നുകിൽ അവര് അല്ലെങ്കിൽ ഇവര് ആരെങ്കിലും നമ്മളെ കൊന്നു കിട്ടും എന്ന് പറയുന്നത് ആണ് ഇവർക്ക് വേണ്ട സംഭവം. അപ്പൊ ആ സ്നേഹം കൊണ്ടാണ് ഇവരെ എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, എക്സ്ട്രഡീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നത്. പക്ഷേ അത് വിജയിച്ചില്ല. 2014 ആ ശ്രമം പൂർണ്ണമായും പരാജയപ്പെട്ടു. അതിനാരും ഒരു ഗവൺമെന്റും വഴങ്ങിയില്ല. അങ്ങനെ വഴങ്ങാതിരിക്കുമ്പോൾ 2015 നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരു സുഹൃത്ത് എന്നോട് പറയുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ ഈ ഫണ്ടിലേക്ക് ഞാൻ കുറച്ച് കാശ് എൻ്റെ കയ്യിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഞാൻ ഇടട്ടെ എന്ന് ചോദിക്കുന്നു. കുറച്ച് കാശ് ഇടുന്നു. അങ്ങനെ പലതവണ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പണത്തിന് ആവശ്യമുണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ. അവിടെ ഇന്ത്യയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും പബ്ലിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പോകുന്നില്ല ആ സമയത്ത്. നമ്മുടെ മീറ്റിങ്ങുകൾ, വക്കീലന്മാരെന്നൊക്കെ പറയുന്നത് ഇവിടുന്ന് അയക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ നിന്ന് നമുക്ക് അവിടെ ഇന്ത്യയിൽ ഒരാൾക്ക് ഡൊണേഷൻ വെളിയിൽ നിന്ന് വരണമെങ്കിൽ അതിന് പ്രത്യേക അനുമതിയൊക്കെ വേണം. അല്ലാതെ നമുക്ക് വിദേശത്തു നിന്ന് സംഭാവനകൾ അയക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു തരത്തിലും അത് സാധ്യമല്ല. ഞാനിവിടെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൊണേഷൻ സ്വീകരിക്കുന്നുണ്ട് ഒട്ടേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന്. അപ്പോൾ അതിനകത്തേക്ക് 50,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് സംഭാവന അയക്കുന്ന ഒരു പഴയ സുഹൃത്ത്. ഇങ്ങനെ വരുന്ന ഈ പണം കുറച്ച് കഴിയുമ്പോഴേക്കും കാത്തലിക് ചർച്ചിന്റെ എക്സ്ട്രഡീഷൻ ശ്രമം പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഈ പരിപാടി. അതൊരു 2-3 കൊല്ലം കഴിയുന്നു. അത് നിന്നു. അത് കഴിഞ്ഞിട്ട് 2017 എൻ്റെ അടുത്ത് ചോദിക്കുന്നു, എനിക്ക് ഇവിടെ പഠിക്കാനൊക്കെ വന്നാൽ കൊള്ളാമെന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ആര് ചോദിച്ചാലും, ഇപ്പോൾ പോലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം നമുക്കറിയാവുന്ന മേഖലയാണ്. ആര് ചോദിച്ചാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് ശരിയാവുന്നില്ല. കാരണം ഭാഷാ കോഴ്സ് അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പോസ്റ്റ് ഒഴിവ് വരുന്നു. അതിന് അവർ അപേക്ഷിക്കുന്നു, ഇന്റർവ്യൂ നടത്തുന്നു. ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ തിരഞ്ഞെടുക്കുന്നു. അവരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കുന്നു. ഈ ഓഫർ ലെറ്റർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ഓഫർ ലെറ്റർ ആദ്യം പോകുന്നത്. ഓഫർ ലെറ്റർ 30 ദിവസത്തിനകം സ്വീകരിച്ചിട്ട് അതിന് ശേഷം ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും. ഈ കോൺട്രാക്ട് 2 കൂട്ടർ സൈൻ ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് റെസിഡൻസ് പെർമിറ്റ് ജോലി ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പൊ അതെല്ലാം വിശദീകരിക്കുന്ന ഒരു കത്ത് അയക്കുകയാണ്. ഇങ്ങനെ ഇതാണ് എൻ്റെ പ്രോസസ്സ്, 30 ദിവസത്തിനകം കൺഫർമേഷൻ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വളരെ വിചിത്രമായൊരു സംഗതിയാണ്. പത്രവാർത്തകൾ എപ്പോഴും വാർത്തയാണല്ലോ ആദ്യം വരുന്നത്. ഞാൻ അന്താരാഷ്ട്ര യുക്തിവാദ നേതാവ് വൻ തട്ടിപ്പ്, 15 ലക്ഷം രൂപ വെട്ടിച്ചു, കാശ് കൊടുത്തിട്ട് വിസ തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയാണ് വരുന്നത്. അപ്പം എവിടെയാണ് ഇതിനകത്ത് വിസ തട്ടിപ്പ്? വിസ യൂറോപ്പിൽ ഒരാൾക്ക് ജോലി കിട്ടുന്ന വിസയല്ല ഒന്നാമത്, റെസിഡൻസ് പെർമിറ്റ് ആണ്. അതുപോലും അറിയാതെയാണ് ഈ കഥ ഇവരുണ്ടാക്കുന്നത്. റെസിഡൻസ് പെർമിറ്റിന് അപേക്ഷിക്കണമെങ്കിൽ ഈ ജോലിയുടെ ഓഫർ സ്വീകരിക്കണം. അപ്പൊ ഞാൻ ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ ഒരു കള്ള ഓഫർ നൽകി പറ്റിച്ചു എന്നൊക്കെയാണ് പരാതി പറയുന്നത്. ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നു. ഈ കേസ് ഉണ്ടാവുന്നു, വാർത്തയെടുക്കുന്നു. നമുക്ക് വേറൊന്നും അറിയാൻ മേല. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരു വിവരം കിട്ടുകയാണ്. എൻ്റെ അമ്മ താമസിച്ചിരുന്ന ഒരു വീടുണ്ട്. അറിയാലോ, ഞാൻ ഒരിക്കലും തിരുവനന്തപുരത്ത് സ്ഥിരമായിട്ട് താമസിച്ചിട്ടില്ലാത്ത ഒരാളാണ്. എൻ്റെ താമസം ഞാൻ അവിടെ MA പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് ഞങ്ങൾ കോട്ടയത്തായിരുന്നു താമസിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലം മുഴുവൻ കോട്ടയത്തായിരുന്നു. പിന്നീട് ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ് താമസിക്കുന്നത്. പിന്നെ ഡൽഹിക്ക് പോകുന്നു. പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലാണ് താമസിക്കുന്നത്. അവിടെയാണ് ഞാൻ പിന്നീട് താമസിക്കുന്നത്. ഡൽഹിയാണ് സ്ഥിരതാമസമാക്കുന്നത്. പക്ഷെ തിരുവനന്തപുരത്ത് എൻ്റെ അമ്മയ്ക്കൊരു വീടുണ്ട്. അപ്പൊ ആ വീട്, അമ്മ മരിച്ചുപോയി, ആ വീട് അടച്ചിട്ടിരിക്കുക, ആരും ഇല്ല അവിടെ. എനിക്കെതിരായിട്ട് പരാതി കൊടുത്ത ആള് എൻ്റെ അഡ്രസ്സായിട്ട് കൊടുത്തിരിക്കുന്ന ആ വീടിന്റെ അഡ്രസ്സാണ്. അതെന്തിനാ അങ്ങനെ ഒരു അഡ്രസ്സ് കൊടുക്കുന്നത്? അങ്ങോട്ടേക്ക് ഒരു സമൻസ് പോകും ഇല്ലേ? കോടതിയിൽ ഒരു കേസ് വന്നാൽ അങ്ങോട്ടേക്ക് സമൻസ് പോകും. അപ്പൊ സമൻസ് കൈപ്പറ്റാൻ അവിടെ ആരുമില്ല. ഇനി കോടതി എങ്ങനെയാ സമൻസ് ഉണ്ടാക്കുന്ന? കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? ഒരാളുടെ പേരിൽ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഈ പരാതിക്കാരനോട് ചോദിക്കണം, നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ടുണ്ട്, ശരിയാണോ എന്ന് ചോദിക്കണം. ഫോൺ എടുത്തിട്ട് കറക്റ്റ് ചോദിച്ചാലും മതി. അപ്പൊ ഫാക്സ് അപ്പം തന്നെ പറഞ്ഞാൽ മനസ്സിലാവുന്ന സംഗതിയുള്ളൂ. ഒരാൾ പോലും, ഒരൊറ്റ പോലീസുകാരൻ പോലും ഒരു ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അയച്ചിട്ടോ ഒന്നും എന്നോട് ഇതേപ്പറ്റി ചോദിച്ചിട്ടില്ല. പക്ഷെ ഒന്നും ചോദിക്കാതെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചാർജ് ഷീറ്റിൽ രസമായ സംഗതിയുണ്ട്. 2014 ഞാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ ഈ ജോലിക്കാർ ഓഫർ ചെയ്ത് പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയെ കാണാനായിട്ട് വന്ന സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ കേട്ടു എന്ന് പറഞ്ഞൊരു സാക്ഷി പോലും ഉണ്ട് അതിനകത്ത്. ഞാൻ 2012 ശേഷം ഇന്ത്യ വന്നിട്ട് പോലുമില്ല. ഇപ്പോൾ കരശ്ശേരി മാഷ് പറഞ്ഞിലേക്ക് വരാം. 2017 എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആക്ഷേപം ഇവർ കൊണ്ടുവരുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചത്? അത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, വേണ്ടവർക്ക് ഊഹിക്കാം. പക്ഷേ അത് കത്തോലിക്ക സഭയെ എക്സ്ട്രഡീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ സംഭാവനകളൊക്കെ വരാൻ തുടങ്ങുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇന്ന് എനിക്കറിയാം. പക്ഷേ അവർക്കറിയാൻ മേലാത്തൊരു സംഗതി, ഞാൻ 2014 ഇന്ത്യ വന്നിട്ടേ ഇല്ല. 2012 ശേഷം അതിനുശേഷം ഒരിക്കലും ഇന്ത്യ വന്നിട്ടില്ല. പല ആൾക്കാർക്കും അറിയില്ല അത്. അപ്പം അത് ഞാൻ വന്നതും സംസാരിച്ചതിനും സാക്ഷി പോലും ഈ കേസിനകത്തുണ്ട് ഇന്ത്യയിൽ. പക്ഷേ ഇത് എങ്ങനെ ഞാൻ ആരോട് ബോധ്യപ്പെടുത്തും? ഒരു ചാർജ് ഷീറ്റ് ഉണ്ടായിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തു, സമൻസ് ഇല്ലാത്ത അഡ്രസ്സിലേക്ക് അയക്കുന്നു, അവിടെ ആരും കൈപ്പറ്റാനില്ല. എന്നിട്ട് 3 തവണ സമൻസ് കിട്ടാതെ വരുമ്പോൾ വാതൊക്കെ കൊണ്ട് ഒട്ടിച്ചു വെക്കും. അന്നേരം ആരോ കണ്ടിട്ട് നമ്മൾ അറിയിച്ചു. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന്. അപ്പൊ തന്നെ നമ്മളൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് ഇത് അസംബന്ധമാണ്, നമ്മളെ ചോദ്യം ചെയ്തിട്ട് പോലും ഫാക്ട്സ് ആർ ഡിഫറൻറ്റ് എന്ന് നമ്മൾ ഹൈക്കോടതി ക്വാഷിംഗ് പെറ്റീഷൻ കൊടുത്തു. ഇപ്പൊ ക്വാഷിംഗ് പെറ്റീഷൻ സമയമെടുത്തു, ഇപ്പോൾ തീർപ്പ് കൽപ്പിച്ചു.
എങ്കിലും ഈ ക്വാഷിംഗ് പെറ്റീഷൻ നിലവിലിരിക്കുമ്പോഴാണ് 2020 ഒരു വാർത്ത വരുന്നത് എനിക്കെതിരായിട്ട് ഇന്റർപോൾ നോട്ടീസ്. അതായത് കോടതി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ എന്നെ തപ്പാൻ വേണ്ടിയിട്ട്. ഇതാണ് വാർത്തകൾ പരിശോധിക്കാതെ പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ പലതും അത് ഏറ്റെടുത്തു. പല ആൾക്കാരും നമ്മുടെ ശത്രുക്കളായ ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല, നമ്മളെ വെറുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ എന്ത് കിട്ടിയാലും സ്വീകരിക്കുന്ന കുറച്ച് ആൾക്കാർ അത് ഏറ്റെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഇതും ഈ 2012 ഞാൻ യൂറോപ്പിലേക്ക് പോകുന്നതും 2017 എനിക്കെതിരായിട്ട് വന്ന കേസും കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഞാൻ പോകുന്നത് കത്തോലിക്ക സഭയായിട്ടൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, പണ്ട് ഈ കേസിലാണ് പോകുന്നത് എന്ന് പറയുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? കത്തോലിക്ക സഭയെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥ മാറ്റി പറയുന്നത് അല്ലേ. 2012 അല്ല, 2017 ഒരു കഥ എടുത്തിട്ട് 2012 ഞാൻ പോകുന്നത് 2017 കേസ് കൊണ്ടാണെന്ന് പറയുന്നത് കത്തോലിക്ക സഭയെ വെള്ളപൂശാൻ വേണ്ടിയിട്ടാണ്. അത്തരം കഥകളും പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത്. ഇനി ഈ കേസിന്റെ ഇതിലേക്ക് വരാം. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേസ് ഞാൻ ജയിലിലല്ല, എനിക്കെതിരായിട്ട് ഒരു ജയിൽ ശിക്ഷയും വിധിച്ചിട്ടില്ല. കീഴ്ക്കോടതിയിലെ നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ 3 കാര്യങ്ങൾ, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ വിചാരണ നടക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കേസ് കൊടുക്കുന്നുണ്ട്. എന്തിനാ ഇവിടെ കൊടുക്കുന്നത്? എന്നെ എക്സ്ട്രഡീറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്തത് എന്നിവർ പറയുന്നുണ്ട്. ആ ഉദ്ദേശം ഏതായാലും നടന്നില്ല, ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി, ഇതിനിവരെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു നിയമവശം എന്നോട് നമ്മുടെ ലോയർ പറഞ്ഞൊരു സംഗതിയുണ്ട്. സാധാരണഗതിയിൽ ഇത്ര അലിഗേഷൻസ് ആൾക്കാർക്കെതിരായിട്ട് ചില ആൾക്കാർ ഉന്നയിക്കുന്നു. ഇവരത് ചെയ്തു ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം. ഒരാള് മനുഷ്യക്കടത്ത് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ഷേപം ഉണ്ടോ വന്നിരിക്കട്ടെ. ആ മനുഷ്യക്കടത്തിന്റെ വിക്ടിമിന് ആ രാജ്യം അഭയം കൊടുക്കുകയും പൗരത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു നിയമമുണ്ട്. ഇപ്പൊ ഒരാൾക്കെതിരായിട്ട് മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം ഉന്നയിച്ചാൽ അത് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് ഈ രാജ്യത്ത് പൗരത്വം കിട്ടും. അങ്ങനെ വല്ല ഉദ്ദേശം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്. എനിക്കറിയില്ല, എനിക്കത് ആക്ഷേപിക്കാൻ പറ്റുകയില്ല. കാരണം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഐ എം നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു ആക്ഷേപം ഇവർ ഉന്നയിച്ചിട്ടുമുണ്ട്. ഞാൻ മനുഷ്യക്കടത്ത് നടത്തിയത് എങ്ങനെയാണ്? ഇവിടെ ഒരു ജോലി ഓഫർ അവർ അപ്ലൈ ചെയ്യുന്നു, ഇന്റർവ്യൂ നടത്തിയിട്ട് അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കുന്നത് മനുഷ്യക്കടത്താണെന്ന് ഇവർ പറഞ്ഞു കളഞ്ഞു. അത് മനുഷ്യക്കടത്തെന്ന് പറഞ്ഞാൽ അത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആക്ഷേപിച്ച ആൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ട് അത് ആകാം എന്ന് ചില ആൾക്കാരെങ്കിലും ചിന്തിച്ചാൽ എനിക്കതിനെ കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. പക്ഷെ ഞാനത് അങ്ങനെ ആക്ഷേപിക്കുന്നുമില്ല, ആർക്കും മനസ്സിലാക്കാവുന്ന സംഗതിയുള്ളൂ. ഇനി രണ്ടാമത്തെ ആക്ഷേപത്തിനകത്ത് പറഞ്ഞത്, ഞാൻ ഇവിടെ ഇതിനകത്ത് തന്നെ പറയുന്നത് എന്നെ നീല കുപ്പായിട്ട് ഫിൻലൻഡിലെ ഒരു ജയിലിൽ ഞാൻ കിടക്കും, അത് കാണുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ആഗ്രഹം സഫലീകരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഈ കേസിലെ വിധിക്കകത്ത് എനിക്ക് അങ്ങനെയുള്ള യാതൊരു ശിക്ഷയും ആരും വിധിച്ചിട്ടില്ല. ഒരു തരത്തിലും ഉള്ള ജയിൽ ശിക്ഷ എനിക്ക് നൽകാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ജയിലിലല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഇനിയുള്ള അടുത്ത ഏതാനും ദിവസങ്ങൾക്ക് ഒരു വലിയ ഇന്റർനാഷണൽ കോൺഫറൻസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ പല ആൾക്കാർക്കും അതിനകത്ത് ഓൺലൈനിനകത്തോടെ കാണാം, ചില ആൾക്കാർക്ക് പങ്കെടുക്കുകയും ചെയ്യാം. ഇന്നിപ്പോൾ ഇവിടെയുള്ള പല ആൾക്കാർക്ക് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്താനും തകർക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്നത്. ഇനി ഒരു സംഗതി കൂടെ പറയാം. ഈ കേസിന്റെ ഒരു പ്രധാന ഘട്ടത്തിൽ നമ്മളെ നേരിട്ട് ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഇതിനകത്ത് ഞാൻ ഇവർക്ക് എനിക്ക് കാശ് തന്നാൽ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞതായിട്ട് ഒരു കത്തോ ഒരു ഇമെയിലോ ഒരു വാട്സപ്പോ ഒരു സംഭാഷണമോ യാതൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? കേരളത്തിലെ കേസിൽ പറയുന്നത് 2014 ഞാനിത് ഇവരോട് നേരിട്ട് പറഞ്ഞതിനൊരു സാക്ഷിയുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ ഇല്ലായിരുന്നൊരു കാലത്ത്. അതല്ലാതെ വേറൊരു തെളിവ് അവിടെ പറയുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു തെളിവില്ലാതെ വന്നപ്പോൾ ഈ കേസിന് 2 ദിവസം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം കേസ് തുടങ്ങുന്ന സമയത്ത് അവരുടെ വക്കീൽ ഒരു രസമുള്ള വാദം കൊണ്ടുവന്നു. അതായത് ഈ കേസിൽ ഞാനിങ്ങനെ ഓഫർ ചെയ്തതിന് ടാഞ്ചിബിൾ എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ കയ്യിൽ മറ്റൊരു തെളിവുണ്ട്, അത് പ്രസന്റ് ചെയ്യാൻ അനുവദിക്കണം എന്നാണ് പറഞ്ഞത്. എന്താണെന്നറിയോ തെളിവ്? ഞാനും ഇവരുമായിട്ട് പലപ്പോഴായിട്ട് 28 തവണ ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. അത് മുഴുവൻ ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത്. നോക്കണം, എൻ്റെ വലിയ ആരാധികയായിട്ട് വന്ന ഒരാള്, എന്നോടുള്ള ബഹുമാനം കൊണ്ടും എന്നോട് എൻ്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും സംഭാവന ഇട്ട ഒരാള് ആദ്യം മുതലുള്ള എല്ലാ സംഭാഷണങ്ങളും സീക്രട്ട് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശത്തോടെ ആയിരുന്നു ഇവർ സംഭാഷണം തുടങ്ങിയെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അല്ലേ? പക്ഷെ എന്നിട്ട് ആ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ അനുവദിക്കണം. അതിനകത്ത് എല്ലാ തെളിവുകളും ഉണ്ട് എന്നാണ്. അതുകൊണ്ട് അത് ഞങ്ങളിത് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ആ സംഭാഷണം മുഴുവൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് പ്രസന്റ് ചെയ്യാൻ എന്ന് അവർ പറയുക കോടതി. എന്നോട് ചോദിക്കുന്നു, ജഡ്ജി നിങ്ങളിത് സമ്മതിക്കുക? കാരണം ഫിനിഷ് നിയമം അനുസരിച്ച് ഒരാളുടെ സംഭാഷണം അയാളെ അറിയാതെ റെക്കോർഡ് ചെയ്താൽ ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അതാണ് ഇവർ ചെയ്തെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ സംഭാഷണം നടത്തിയൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എല്ലാ സംഭാഷണങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് മറ്റു ചില കാര്യങ്ങളും കൂടി അതിൽ നിന്ന് വ്യക്തമാക്കാൻ പറ്റും. ഇവരെന്നോട് ബഹുമാനമുണ്ടെന്നും ഒക്കെ സ്നേഹമുണ്ടെന്നും ഒക്കെ മാത്രമല്ല പറഞ്ഞത്, അതിരുവിട്ട കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനോട് സഹകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് അപ്പം തന്നെ ഒരു ട്രാപ്പ് സ്മെല്ല് ചെയ്തു
ആ സംഭാഷണത്തിനകത്ത്. അതുകൊണ്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരുപാട് വർത്തമാനങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ കോടതിക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ട്രാപ്പ് ഒരു ബിൽഡ് ചെയ്ത് മനസ്സിലാകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു തടസ്സവുമില്ല, ആ റെക്കോർഡിംഗ് കൊണ്ടുവന്നോട്ടെ, ഞാൻ അതിന് നിയമപരമായി ഒബ്ജക്ഷൻ പറയുന്നില്ല. ഞാൻ ഒബ്ജക്ഷൻ പറഞ്ഞാൽ അത് വരത്തില്ല, പക്ഷെ എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഐ വെൽക്കം മുഴുവൻ സാധനം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതിനകത്ത് മാനിപ്പുലേഷൻസ് നടത്തിയിട്ടില്ല എന്ന് ഫോറൻസിക് എക്സാമിനേഷൻ നടത്തി ഉറപ്പാക്കണം. കാരണം ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന വാവയ്ക്കൊക്കെ അറിയാം, നമുക്ക് ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുന്നതിൽ വളരെ എളുപ്പമാണ്. ഒരു സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ലൈനായിട്ടാണ് വരുന്നത്. അതിൽ ഒരു ഭാഗം മുറിച്ചിട്ട് പൊക്കിയെടുത്തിട്ട് വേറൊരു ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കേൾക്കും. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആവയെ 3 തവണ ഇടിച്ചു എന്നൊരാൾ പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ള ഭാഗം മാറ്റിക്കഴിഞ്ഞാലോ ഞാൻ ഇവിടെ ഇരിക്കുന്ന വാവയെ 3 തവണ ഇടിച്ചു എന്നായി മാറും അല്ലെ. ഇതിനകത്ത് ഒരു വാദം കൊടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ ഒരു ഇല്ല മാറ്റിക്കഴിഞ്ഞാൽ ഒരല്ല മാറ്റിക്കഴിഞ്ഞാൽ അർത്ഥമാകെ മാറും. പക്ഷെ അത് കണ്ടുപിടിക്കാൻ മാർഗമുണ്ട്. അതിന് ഫോറൻസിക് എക്സാമിനേഷൻ നടത്താൻ പറ്റും. എവിടെയൊക്കെ എഡിറ്റിംഗ് നടത്തുന്നതിന് ഹിസ്റ്ററി മുഴുവൻ അറിയാനായിട്ട് മെറ്റാ ടാഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാനത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് വിദേശത്ത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉള്ള യുക്തിവാദികൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ സർക്കാരുകൾ പിടിച്ചെടുക്കരുത് എന്നുള്ളതുകൊണ്ട് മെറ്റാ ടാഗ് റിമൂവ് ചെയ്യാനൊരു ടെക്നോളജി ഉണ്ട്. അതിനെ മാറ്റിയിട്ട് .amr ഫയലാക്കി മാറ്റണം. ഇപ്പം മെറ്റാ ടാഗ് മുഴുവൻ പോകും. എൻ്റെ ഹിസ്റ്ററി അറിയാൻ പറ്റിയല്ല. ഏത് കമ്പ്യൂട്ടർ ചെയ്തു, എന്ന് എഡിറ്റ് ചെയ്തു, എപ്പോൾ എഡിറ്റ് ചെയ്തു എന്നുള്ള മുഴുവൻ ഹിസ്റ്ററിയും തുടച്ചു മാറ്റപ്പെടും. നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ഫോണിലാണ് റെക്കോർഡ് ചെയ്യുമെങ്കിൽ ആ ഫോണും കൂടി ഹാജരാക്കണം. അപ്പോൾ എല്ലാ സംഭാഷണവും കാണണമല്ലോ. ഇപ്പോൾ ഫോണില്ല, ഫോൺ പോയി. അപ്പോൾ റെക്കോർഡ് ചെയ്ത സാധനം മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ റെക്കോർഡ് ചെയ്ത സാധനം നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞു. ഈ കേസിന് 2ാമത്തെ ദിവസത്തിന്റെ 3 ദിവസം മുമ്പ് നമുക്ക് ഇതിന്റെ കോപ്പി കിട്ടുവാണ്. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഒരു 28 സംഭാഷണങ്ങൾ, അതിന്റെ മുഴുവനും ശബ്ദരേഖയും അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും ആണ്. ഞാൻ ആദ്യത്തെ കേട്ടപ്പോൾ തന്നെ ഈ മലയാളത്തിൽ പറയുന്നതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പറഞ്ഞ പൊട്ട ഇംഗ്ലീഷ്. ഒന്നാമത് ഇംഗ്ലീഷ് അറിയാൻ മേലാത്തതുകൊണ്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ അർത്ഥത്തിലല്ല, ഇതിനകത്ത് എഴുതിയിരിക്കുന്നു അതിനകത്തുള്ളത് വേറൊന്ന്. പക്ഷെ ഇത് മലയാളം കേട്ടാൽ മനസ്സിലാക്കാത്തവരുടെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ പൊതുവെ എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അൺലെസ് യു ഡൗട്ട് സംതിങ് യു നീഡ് നോട്ട് മിസ്ട്രസ്റ്റ് എന്നാണ് പൊതുവായിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ പറയുന്ന സംഭാഷണങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ എൻ്റെ തന്നു. അപ്പൊ ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഇതിനകത്ത് പറയുന്ന സംഭാഷണവും ഇതിനകത്ത് എഴുതിയിരിക്കുന്നതും ഒത്തിരി വ്യത്യാസമുള്ള സാധനങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയ്ക്ക് അവരിങ്ങോട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞതിന് വ്യത്യാസം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ തന്നെ വളരെ വേഗം ഫോറൻസിക് എക്സാമിനേഷൻ ഇൻസിസ്റ്റ് ചെയ്തു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഫോറൻസിക് എക്സാമിനേഷനിൽ കണ്ടത് ഈ മുഴുവൻ ഫയലുകളും മാനിപ്പുലേറ്റഡ് ആയിരുന്നു, കറപ്റ്റഡ് ആയിരുന്നു. അതിനകത്ത് ഒരുപാട് തിരുത്തലുകൾ വരുത്തിയിരുന്നു. അത് വെട്ടിച്ചേർക്കലുകളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പല ഭാഗങ്ങൾ റിമൂവ് ചെയ്തിട്ടാണ് ഞാനുമായി നടന്ന 28 സംഭാഷണങ്ങൾ രഹസ്യമായി ഞാൻ അറിയാതെ റെക്കോർഡ് ചെയ്ത് അത് മാനിപ്പുലേറ്റ് ചെയ്ത് അതിവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണെന്ന് പറഞ്ഞ് വേറൊരു സാധനം ഇവർ കൊണ്ടുവന്നു. ഇവർ കൃത്രിമമാണ് ചെയ്യുന്നത്, കള്ളത്തരമാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അപകടകരമായ രീതിയിൽ ഒരു കള്ള തെളിവുണ്ടാക്കുകയാണെന്ന് തെളിയിക്കാനോ ഇവരെ ജയിലിൽ പോലും അടയ്ക്കാനോ പറ്റിയ ഒരു സംഭവമാണ് നമ്മൾ ഈ ഫോറൻസിക് എക്സാമിനേഷൻ വഴി കണ്ടെത്തിയത്. നമ്മുടെ വക്കീല് പറഞ്ഞു ഇത് പരിശോധന വിധേയമാക്കുന്ന സംഗതി കോടതിയിൽ പറയാൻ നമുക്ക് അവസരം വേണമെന്ന്. പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല, കേസ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ എവിഡൻസ്, ഈ 28 ശബ്ദരേഖകളുടെ എവിഡൻസ് ഇവർ വിഡ്രോ ചെയ്യും. ഞങ്ങൾ ഈ തെളിവ് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു. ശരിക്കും വലിയൊരു യുദ്ധം പോലെയാണ് ഈ സംഭവം. ഈ തെളിവ് പ്രസന്റ് ചെയ്യാൻ പറ്റും, നമുക്ക് തെറ്റാണ് സ്ഥാപിക്കാൻ പറ്റും. അപ്പൊ മുഴുവൻ കള്ളത്തരവും പൊളിയും അല്ലേ. പക്ഷെ അവരെ തെളിവ് അങ്ങ് വിഡ്രോ ചെയ്ത് കളഞ്ഞു. ഞങ്ങളത് വിഡ്രോ ചെയ്യാണ് എന്ന് പറഞ്ഞു. ഇനി വേറെ രസമുള്ള സംഗതി, ഞാൻ ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒരു ചെറിയ സംഭവം കൂടെ പറയാം. ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ കണ്ടു. പോസ്റ്റിനകത്ത് പറയുന്നത് സനൽ ഇടമറുകനെതിരായിട്ടുള്ള അന്തിമ വിധി നടക്കാൻ പോവാണ്. ആ വിചാരണ കാണാൻ വേണ്ടി എന്നെ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ്. എന്റെ ഭർത്താവ് ഞാനും കൂടി അതിനുവേണ്ടി ഫിൻലൻഡിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവം? അവരെ ഇത് കാണാൻ വേണ്ടി വിളിച്ചതല്ല, അവർ കേസിലെ കക്ഷിയായതുകൊണ്ട് അവരെ വിചാരണ ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. സമൻസ് കൊടുത്ത് വിളിക്കുകയായിരുന്നു. അത് എനിക്കും കിട്ടിയൊരു സമൻസ്, അവർക്കും കിട്ടിയൊരു സമൻസ്. ഇവിടെ ആഗ്രഹം എന്തായിരുന്നു, ഞാനൊരു പ്രതിക്കൂട്ടിൽ നിൽക്കുക, അതിന്റെ 2 പടം എടുക്കുക എന്നൊക്കെയുള്ള പ്രതീക്ഷയ്ക്കായിട്ട് അവർ വന്നത്. ഇവിടെ അങ്ങനെയല്ല കോടതി. ഇവിടെ 2 കൂട്ടരും 2 സൈഡിലിരിക്കും. 2 പേരുടെ മുന്നിൽ മൈക്കുണ്ട്, നമ്മുടെ വക്കീലന്മാരടുത്തുണ്ട്, ട്രാൻസ്ലേറ്റേഴ്സ് അടുത്തുണ്ട്, നമ്മൾ മൈക്രോഫോണിൽ സംസാരിക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ സംഭാഷണം നടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെ നമ്മൾ വിചാരണ ചെയ്തു. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു, നമ്മുടെ വക്കീൽ ചോദിച്ചു, ജഡ്ജി ചോദിച്ചു. അങ്ങനെ ആ വിചാരണയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. എന്നോടും ചോദിച്ചു എന്തിനാ അവരുടെ ഭർത്താവ് വന്നത്. അവർ പറഞ്ഞു അവരിൽ പറഞ്ഞത് കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ അവർക്കൊരു സാക്ഷിയുണ്ട്, ആ സാക്ഷിക്കും കൂടി പങ്കെടുക്കാൻ അവസരം കൊടുക്കണം. മാത്രമല്ല സാക്ഷിക്ക് വരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വണ്ടിക്കൂലിയും കൊടുക്കണം എന്ന് പറഞ്ഞു. ഫിനിഷ് കോടതി വളരെ ഉദാര മനസ്സോടെ ഇവരുടെ ഭർത്താവിന് സാക്ഷിയാകാൻ വേണ്ടി വണ്ടിക്കൂലി കൊടുത്ത് വരുത്തി. അത് നല്ല നിലപാടാണ്. കാരണം ഈ കേസിൽ അവർക്ക് വരാനും വണ്ടിക്കൂലി ഗവൺമെന്റ് കൊടുത്തു. കാരണം എന്താ, ഇത് വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് ഞാൻ വന്നു ഇവിടെ നിങ്ങൾ ഫിൻലൻഡ് നടത്തി എന്ന് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് അവർക്കും വണ്ടിക്കൂലി കൊടുത്തു, അവരുടെ ഭർത്താവിന് സാക്ഷിയാകാൻ വണ്ടിക്കൂലി. അപ്പൊ നമുക്കുണ്ടൊരു സാക്ഷി.
ഇവിടെ ഇരിക്കുന്ന ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന മനോജ് ലാൽ എൻ്റെ ഒരു സാക്ഷിയായിരുന്നു. കാരണം എന്തിനായിരുന്നു? അദ്ദേഹം കേരള ഗവൺമെന്റിന്റെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്, അസിസ്റ്റന്റ് മാനേജറാണ്. അതുകൊണ്ട് അദ്ദേഹം ചില ബാങ്കിങ് നിയമങ്ങൾ അദ്ദേഹത്തിന് അറിയാം. കാരണം ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ യാദൃശ്ചികമായിട്ട് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു വിവരം, അതിന് ഉത്തരം പറയേണ്ടത് ഫിനിഷ് കോടതിയല്ല ചോദിക്കേണ്ടത്, കേരളത്തിലെ ഗവൺമെന്റ് ഇവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കേരള ഗവൺമെന്റിന്റെ ഒരു ഗസറ്റഡ് ഓഫീസറാണ് ഈ സ്ത്രീ. അവരുടെ അക്കൗണ്ടിൽ, അവരുടെ ശമ്പളത്തിൽ നല്ല അവർ ഈ സംഭാവന അക്കൗണ്ടിലേക്ക് പണം ഇട്ടിരിക്കുന്നത്. 50,000 രൂപ, 1,00,000 രൂപ ഇട്ടിട്ടുണ്ട്. ഓരോ തവണയും പണം ഇടുന്നതിന് മുമ്പ് അവരുടെ അക്കൗണ്ടിലേക്ക് ആരോ ഒരാൾ 1,00,000 രൂപ ഇടുന്നു. അതിനു മുമ്പായിട്ട് 1,50,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ആരോ ക്യാഷ് ആയിട്ട് ഇടുന്നു. ഒരു തവണ 2,00,000 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. 2,00,000 ചില്ലുവാനും രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ട് ആരോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. ആ പണമാണ് അവർ എനിക്ക് അയക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ സംഭാവന അയക്കുന്നത്, എന്ത് ട്രാപ്പാണ് ബിൽഡപ്പ് ചെയ്യുന്നത് നമുക്കിപ്പോൾ അറിയാം. പക്ഷെ അതിന് ഇവർ പോലും അല്ല കാശ് മുടക്കിയത്, വേറെ ആരോ ഇവരുടെ അക്കൗണ്ടിൽ കൊണ്ട് കാശ് ഇട്ട് കൊടുക്കുകയാണ്, എന്നിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറയുകയാണ്. അപ്പൊ ഞാനത് ഒരിക്കലും ഇവരോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ പണം ഉണ്ടോ? ഞാൻ സംഭാവനയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്, പലരിടത്തും ഞാൻ കാശ് വാങ്ങിച്ചിട്ടിടുവാണ്, എൻ്റെ കയ്യിലും കുറെ കാശ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സംഭാവന വരുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറയില്ല. ഞാൻ ഏൺ ചെയ്യുന്ന എന്തുമാത്രം പണം ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ ഏൺ ചെയ്യുന്നതിൽ എൻ്റെ ആവശ്യങ്ങളിൽ മുഴുവൻ പണം ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആര് ചെയ്താലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ ഇത് ആരാണ് ചോദിക്കേണ്ടത്? ഒരുപക്ഷെ കേരള ഗവൺമെന്റ് അന്വേഷണം നടത്തേണ്ട ഒരു സംഗതിയാണ്. കേരള ഗവൺമെന്റ് ഒരു ഗസറ്റർ ഓഫീസറുടെ അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് 2,00,000 രൂപയും 1,50,000 രൂപയും 2,50,000 രൂപയൊക്കെ ആരോ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ തുക ഡൽഹിയിലെ റാഷണലിസ്റ്റ് അസോസിയേഷൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടിലേക്ക് അയക്കുന്നവർ, എന്നിട്ട് അത് പിന്നീട് അവർ വിദേശത്ത് പോകാൻ വേണ്ടി ഫീസ് കൊടുത്തതാണ് എന്ന് പറയുന്നു. എപ്പോഴാണ്? 2 കൊല്ലം 3 കൊല്ലം കൊണ്ട് ചില്ലറയായിട്ട് അയച്ച കാശെല്ലാം കൂടെ വെച്ചിട്ട് അത് എനിക്ക് ഇവിടെ ജോലി തരാൻ വേണ്ടിയിട്ട് ഞാൻ അയച്ചു കൊടുത്താണെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ കോടതിയിൽ മനോജ് ചോദ്യം ഉന്നയിച്ചു. എന്താ മനോജ് ചോദിച്ചതെന്നറിയാം? ഈ ക്യാഷ് ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനായോണ്ട് എനിക്കൊരു കാര്യം അറിയാം, അത് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പുള്ളിയുടെ ലെൻഡിങ് ബാങ്കാണ്. ഇന്ത്യയിലെ ഒരു ബാങ്കിനും ക്യാഷ് ആയിട്ട് ലോൺ കൊടുക്കാൻ പറ്റുകയില്ല. 50,000 രൂപ കൂടുതൽ നിങ്ങൾക്ക് ചെക്കായിട്ടല്ലാതെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയില്ല. ഇന്ത്യയിലെ നിയമങ്ങൾ അത് അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് മാത്രമേ, അല്ലെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ കാണിച്ചുകൊണ്ട് ക്യാഷ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ഈ ക്യാഷ് തന്നത്? ക്യാഷ് ഇപ്പൊ ഒരു പറഞ്ഞ് ലോണാന്ന് പറഞ്ഞു. ഇപ്പൊ ലോൺ എങ്ങനെയാണ് ക്യാഷ് ആയിട്ട് വന്നത്? ഇതാണ് കോടതി ചോദിച്ചത്. അതിന് തെളിവ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. തെളിവ് ഞങ്ങളുടെ വക്കീലിന് അവിടെ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിലുണ്ടെന്ന്. പക്ഷെ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ടെക്നിക്കലി അത് പോസിബിൾ അല്ല. കാരണം ഒരാൾക്കും ലോൺ ക്യാഷ് ആയിട്ട് കൊടുക്കുക എല്ലാവർക്കും അറിയാം, ഏത് ബാങ്കിൽ ചോദിച്ചാലും അറിയാം. ക്യാഷ് ആയിട്ട് 2,00,000 രൂപ മറ്റും ലോൺ ആയിട്ട് ആരും കൊടുക്കില്ല. ഒരു ചെറിയ ഫ്രീക്വൻസിയിൽ ക്യാഷ് ഡെപ്പോസിറ്റ്, എന്നിട്ട് ആ ക്യാഷ് ആണ് അയക്കുന്നത്. വിച്ച് വാസ് ഫോർ എ പർപ്പസ്, ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ക്യാഷ് കൊടുക്കുന്നത്. ഇവരുടെ കാശല്ല ഇവർ അടച്ചത്, അത് കോടതി വ്യക്തമാക്കി. പക്ഷെ അത് ഇവിടുത്തെ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ അക്കൗണ്ടിലേക്ക് അജ്ഞാതമായ ഒരു സ്ഥലത്ത് നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് വരുന്നു. ആ ക്യാഷ് ഡെപ്പോസിറ്റ് അവർ അയക്കുന്നു. പിന്നീട് പറയുന്നു ഈ പണം ഞാൻ കൊടുത്തത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഇയാളെ കുരുക്കാൻ നോക്കുന്നു. അതൊരു കൃത്യമായ ഒരു പ്ലാനിങ് ആയിരുന്നു എന്ന് ഞാൻ സംശയിച്ചാൽ എനിക്കതിന് തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷെ അത് ഇവിടുത്തെ ഒരു കോടതിക്ക് തീരുമാനിക്കാൻ പറ്റിയാൽ അത് നമ്മൾ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇതിന്റെ ഉറവിടം, ഈ ക്യാഷ് ഡെപ്പോസിറ്റിന്റെ ഉറവിടം കണ്ടെത്തണം. അത് കേരള ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥയുടെ അക്കൗണ്ടിലേക്ക് വന്നതിന്റെ ഉറവിടം കണ്ടെത്തണം. ഒരു ലോൺ അങ്ങനെ കൊടുക്കാൻ ഒരു ബാങ്കും തയ്യാറാവുകയില്ല എന്ന വിവരമാണ് മനോജ് ഇവിടെ കോടതി പറഞ്ഞത്. പക്ഷെ അത് ഇവിടുത്തെ കോടതിയുടെ വിഷയമല്ലാത്തതുകൊണ്ട് അവരത് എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഇതിനകത്ത് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇവർ എത്രയാണോ സംഭാവന നൽകിയിട്ടുള്ളത് അതിൻ്റെ പേരിൽ അവർ തർക്കം ഉന്നയിച്ച സമയത്ത് നമ്മൾ തന്നെ ഇവർക്ക് ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ സംഘടനയുടെ സെക്രട്ടറിമാരുടെ ഒരാളെ രഘുനാഥ് അവരെ ഫോൺ ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തുക എത്രയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഞങ്ങൾക്ക് ഒരു പാടുമില്ല, അത് ഞങ്ങൾ തിരിച്ചു തരാം, പക്ഷേ അനാവശ്യമായി കേസ് നടത്തി ബുദ്ധിമുട്ടിക്കരുത്, കേസ് നിങ്ങൾ വിഡ്രോ ചെയ്താൽ ആ നിമിഷം തരാൻ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തു. അന്ന് ഇവർ ഒരാളോട് പറഞ്ഞത് അങ്ങനെ ഈ ചെറിയ തുകയ്ക്കൊന്നും ഞാൻ സെറ്റിൽ ചെയ്യില്ല, എനിക്ക് 1 കോടി രൂപ എന്നാൽ സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞു എന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് ആള്. വേറെ ആളോട് പറഞ്ഞത് ഇയാളെ ജയിലിൽ കയറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം, പണം കിട്ടുക എന്നുള്ളതല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് രണ്ടും അവർക്ക് 1 കോടി രൂപ കിട്ടാൻ പോകുന്നില്ല, എന്നെ ജയിലിൽ കയറ്റാനും പറ്റുന്നില്ല. നമ്മൾ ഓഫർ ചെയ്ത ഈ തുക എന്നീ കേസ് തീരുന്നോ അന്ന് നമ്മൾ ഈ പണം തിരിച്ചു കൊടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് അന്ന് കൊടുക്കും. പക്ഷേ ഈ കേസ് ഇവിടെ തീരുകയല്ല. കീഴ്ക്കോടതിയിലെ ഈ വിധിയിൽ ആകെ പറഞ്ഞിരിക്കുന്നത്, ഒന്നും കൂടി പറയാം, എനിക്കെതിരായിട്ട് ഇവർ ആക്ഷേപിക്കാൻ മുതിർന്നത് ഒന്ന് മനുഷ്യക്കടത്ത്, അത് ആദ്യം തന്നെ അത് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞവർ. രണ്ടാമത് ചാർജ് ചെയ്യാൻ നോക്കി ഫ്രോഡ്സ്റ്റർ ആണ്, ഞാൻ ഇതൊരു തട്ടിപ്പ് നടത്തി എന്നാണ് ഇവർ പറഞ്ഞത്. കേസിന്റെ ആദ്യത്തെ വിചാരണ, എന്റെ വിചാരണയെ അവരുടെ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞു അതെങ്ങനെയാണ് ഈ കേസിനകത്ത് നിങ്ങൾ തട്ടിപ്പെന്ന് പറയാൻ പറ്റുന്നത്, ഹി ഹാസ് ആക്ച്വലി ഓഫേർഡ് യു ജോബ്, അത് ജെന്യൂൻ ആയിരുന്നു പറഞ്ഞു. അതിനകത്ത് നമ്പർ ഒന്നും ഇല്ലായിരുന്നു, അതിനകത്ത് വെറും ഒരു കത്ത് മാത്രമായിരുന്നു. അപ്പൊ ഇത് തന്നെ സ്ക്രീനെ കാണിച്ചു, അതിനകത്ത് എവിടെയാണ് കമ്പനിയുടെ നമ്പർ ഉള്ളത്, എവിടെയാണ് ഈ വ്യവസ്ഥകളുള്ളതെന്നൊക്കെ സ്ക്രീനെ തന്നെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തട്ടിപ്പ് അല്ലെങ്കിൽ ഫ്രോഡ് എന്ന് പറയുന്ന ആക്ഷേപം നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ല, അത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു പ്രോസിക്യൂഷൻ. അപ്പം തന്നെ ഈ തട്ടിപ്പ് എന്ന് പറയുന്ന ആക്ഷേപം
വിഡ്രോ ചെയ്തു. പിന്നെ എന്താണ് വിചാരണ നടത്താവുന്ന ഏക ഇഷ്യൂ? എംബസൽമെന്റ് എന്ന് വേണമെങ്കിൽ പറയില്ല. പണം ഒരു കാര്യത്തിന് വേണ്ടി തന്നു, അത് എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ, അത് വിശദീകരിക്കാനാവാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇടപാട് പൂർത്തിയാകാത്ത ഒരു പണ വിനിയോഗം എന്ന് പറയുന്ന എംബസൽമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി മാത്രമേ പരമാവധി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രോഡ് ചാർജ് നിങ്ങൾ കേസ് നടക്കുന്ന വേളയിൽ തന്നെ അവരെ കൊണ്ട് വിഡ്രോ ചെയ്യിപ്പിച്ചു, പ്രോസിക്യൂഷൻ തന്നെ വിഡ്രോ ചെയ്തു. അതൊക്കെ നമുക്ക് വലിയ വിക്ടറിയാണ്. പക്ഷെ ഈ വിധി പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത്? കാരണം അതിനകത്ത് ഒരു എംബസൽമെന്റ് നടന്നിട്ടില്ല. അതുപോലും നമുക്ക് കൃത്യമായിട്ട് മാറ്റി കിട്ടിയിട്ടേ നമുക്ക് കേസ് സെറ്റിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളോട് 7 ദിവസത്തിനകം മറുപടി കൊടുക്കണം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് പുനർവിചാരണയ്ക്ക് ഓപ്പൺ അപ്പ് ചെയ്യും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തെളിവുകൾ വീണ്ടും പരിശോധിക്കും. അപ്പോൾ നമുക്ക് മറ്റു ചില തെളിവുകൾ കൂടി അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ കഥ ഇനിയും തുടരും എന്നേ ഉള്ളൂ. ഞാൻ തൂക്കുശിക്ഷയ്ക്കൊന്നും വിധിക്കപ്പെട്ടിട്ടില്ല, അത് പറയാൻ വന്നല്ലോ. ഇവരുടെ ഈ പറയുന്ന കഥാപാത്രം, എനിക്കെതിരെ ഈ പരാതി കൊടുത്ത കഥാപാത്രത്തിന്റെ പോസ്റ്റ് പോസ്റ്റിൽ അവർ പറയുന്നത് എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയതാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ്, സസ്പെൻഡഡ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ ആഗ്രഹചിന്തയാണ് ഈ പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്? ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ മരണശിക്ഷ വിധിച്ചു എന്നാണ് എനിക്കെതിരായിട്ട്. അപ്പോൾ അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ക്യാപിറ്റൽ പണിഷ്മെന്റ്, സസ്പെൻഡഡ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് എനിക്കെതിരായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സംഗതി നോക്കൂ, ഇത് ഒരു ചെറിയ തുക, ഇവിടുത്തെ തുകയനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ നിസ്സാരമായ തുകയാണത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു തുകയുടെ പേരിൽ ഒരു കേസ് ഉണ്ടാവുന്നു. അത് ഏത് കേസ് ഇവിടെ ഓപ്പൺ അപ്പ് ചെയ്യും, വിചാരണ ചെയ്യും, ഒരു കുഴപ്പമില്ല, അതൊക്കെ ചെയ്യും. അതിന്റെ പേരിൽ എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് തരുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒരു മടിയും കൂടാതെ കൊടുക്കുകയാണ് സംഭവം. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഒരു ആഗ്രഹചിന്തയുടെ ഭാഗം കൂടിയായിട്ടാണ്. എന്താണ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടത്? എന്താണ്? അവർക്ക് എനിക്കൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം, കൊല്ലണം, അല്ലേ? അതല്ലേ അവരുടെ ആഗ്രഹമുള്ളൂ. അത് അവര് പരസ്യമായിട്ടോ അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് അവരുടെ മെത്രാനോട് ക്ഷമ ചോദിച്ചില്ലെങ്കിൽ എൻ്റെ കൈയും കാലും ഒക്കെ തലിയൊടിക്കും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളതിന്റെ രേഖകൾ എൻ്റെ ഉള്ളൂ. പോലീസ് ഓഫീസർ എന്നോട് പറയുന്നത്, വന്ന് മെത്രാനോട്, ആർച്ച് ബിഷപ്പിനോട് മാപ്പ് ചോദിക്കുക, മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് യു ഹിയർ ആൻഡ് ബ്രേക്ക് യുവർ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാനത് കോടതി തന്നെ പ്രസന്റ് ചെയ്തു, റെക്കോർഡ് ചെയ്ത് കോടതി തന്നെ പ്രസന്റ് ചെയ്ത സംഗതി പത്ര സമ്മേളനത്തിലൊക്കെ കേൾപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത്. അവർക്ക് വേണ്ടത്, പിന്നെ എന്നോട് പറഞ്ഞത്, ഞാൻ അന്ന് കത്തോലിക്ക സഭയുമായി കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയി സറണ്ടർ ചെയ്താൽ അവരൊരു മോബിന് ഹയർ ചെയ്ത് എന്നെ അവിടെ വെച്ച് അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്നോട് കൊണ്ട് സറണ്ടർ ചെയ്യരുതെന്ന് പറഞ്ഞ് ഇന്റലിജൻസ് തന്നെയാണ്, അത് അപകടമാണ്, യു ഷുഡ് നോട്ട് ഡു ഇറ്റ് എന്ന് എന്നോട് പറഞ്ഞാൽ. അപ്പം അവർക്ക് വേണ്ടത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എനിക്ക് നൽകുക എന്നുള്ളതാണ്. ഈ മറ്റു വോട്ടർക്കുമാണ്, സനാതൻ സംസ്ഥ പോലത്തെ ഗ്രൂപ്പുകൾക്കുമാണ് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ്. അതിന് ഉപകരണങ്ങൾ അവർ ഇനിയും കണ്ടുപിടിക്കും, പുതിയ ആൾക്കാരെ കണ്ടുപിടിച്ചു എന്ന് വരാം. പക്ഷെ അത്ര വേഗമൊന്നും തോക്കുന്ന ഒരാളല്ല ഞാൻ. നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറയും. അത് തോക്കുകയില്ലാത്ത ചില മനുഷ്യരുണ്ട്, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിലൊരാളാണ് ഞാൻ.